ചെയ്ത കാര്യം ഉറപ്പിച്ച് പറയാറില്ല. പോലീസിന്റെ അന്വേഷണത്തിലൂടെ മാത്രമേ അത് കണ്ടെത്താൻ പറ്റുകയുള്ളൂ. ആ രീതിയിൽ വളരെ ശ്രമകരമായിരുന്നു ആദ്യ കാലഘട്ടം. പക്ഷേ ഡിജിറ്റൽ എവിഡൻസ് വന്നതോടുകൂടി നമുക്ക് വളരെ കോൺഫിഡൻസ് ആയി ഈ കേസ് ശിക്ഷിക്കാതെ പോയില്ല എന്ന് നമുക്ക് ഉറപ്പായിരുന്നു. ഈ ഇന്ന് കോടതി അഭിനന്ദിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം ശാസ്ത്രീയ രീതിയിലൂടെ കാര്യങ്ങൾ തെളിയിക്കാനായി മാറിയ മാർഗത്തിലൂടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതെത്ര ശ്രമകരമായിരുന്നു? തീർച്ചയായിട്ടും ശാസ്ത്രീയ തെളിവുകൾ അന്വേഷിക്കുന്നത് ഇപ്പോൾ പോലീസിന് വെല്ലുവിളിയല്ല. കാരണം നമ്മളെ ഡിപ്പാർട്ട്മെന്റ് അതിന് സജ്ജരാണ്. നമ്മുടെ ഉയർന്ന ഓഫീസേഴ്സ് എല്ലാം അത്തരം പരിശീലനങ്ങൾക്ക് വളരെയേറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കോൺസ്റ്റബിൾ മുതൽ DGP വരെയുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും ഡിജിറ്റൽ എവിഡൻസിനെ കുറിച്ച് കൃത്യമായ അറിവുണ്ട്. അത് എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് അവർ ഞങ്ങളെ തീർച്ചയായിട്ടും നിരന്തരം പ്രേരിപ്പിക്കുന്നുണ്ട്. അവരത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും കാലങ്ങൾ ഡിജിറ്റൽ എവിഡൻസുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയി മാറുമെന്ന് ഈ കോടതി വിധിയിലൂടെ വല്ലാതെയായിട്ടും പറഞ്ഞത് ഗ്രീഷ്മയുടെ പശ്ചാത്തലവും സ്വഭാവവും ഒക്കെ തന്നെയാണ്. ഒരു പേഴ്സണലായിട്ട് കൂടിയാണ് ഗ്രീഷ്മ ഈ അന്വേഷണ വഴിയിൽ എപ്പോഴെങ്കിലും ഒരു പശ്ചാത്താപം അല്ലെങ്കിൽ കുറ്റബോധം എവിടെയെങ്കിലും പ്രകടിപ്പിച്ച് കണ്ടിരുന്നു? ഇല്ല. ഗ്രീഷ്മ ഈ അന്വേഷണ വേളയിൽ ഒരു സമയത്ത് പോലും അവൾ നടത്തിയ ആ ഒരു ഹീനകൃത്യത്തെക്കുറിച്ച് ഒരു പശ്ചാത്താപവും എന്നോട് പ്രകടിപ്പിച്ചിട്ടില്ല. ഞാൻ വളരെ പേഴ്സണലായിട്ട് പല പ്രാവശ്യവും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അവൾ അതിൽ റിഗ്രറ്റ് ചെയ്തതായിട്ട് ഒരു സമയം പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ കാര്യം നമുക്ക് കോടതിയെ ബോധിപ്പിക്കാൻ തീർച്ചയായിട്ടും ആ കാര്യം കോടതിയെ ബോധ്യമായി. കോടതിയുടെ വിധിന്യായത്തിൽ അത് പരാമർശിച്ചിട്ടുണ്ട്. വഴിതെറ്റിക്കാനുള്ള ഒരു ശ്രമം കൂടി നടന്നുവെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ആദ്യം കള്ളം പറയുക, കാര്യങ്ങൾ വസ്തുതാപരമില്ലാത്ത കാര്യങ്ങൾ പറയുക, അതെല്ലാം തന്നെ പ്രായം കുറഞ്ഞതുകൊണ്ട് തന്നെ ചിലപ്പോൾ സംശയത്തിന്റെ ആനുകൂല്യമൊക്കെ കിട്ടാനുള്ള സാഹചര്യം കൂടി ഉണ്ടാകും. അതെല്ലാം മറികടക്കാൻ എങ്ങനെയാണ് കഴിഞ്ഞത്? തീർച്ചയായിട്ടും ഈ വഴിതെറ്റിക്കാനായിട്ട് ആദ്യം ബന്ധുവിനോടൊപ്പം വന്ന് ആ ബന്ധുവിനോട് വീട്ടിൽ പോകണോ ജയിലിൽ പോകണോ എന്നുള്ള ഒരു ചോദ്യമാണ് ഞങ്ങളന്ന് ചോദിച്ചത്. അവർ പറഞ്ഞു, സാർ വീട്ടിൽ പോകണം എങ്കിലുള്ള കാര്യം പറയാൻ പറഞ്ഞു. അതിനുശേഷമാണ് ഗ്രീഷ്മ ഈ കേസ് ബ്രേക്ക് ചെയ്യുന്നത്. അങ്ങനെ കേരള പോലീസിനെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു നിമിഷം, ആ നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. സേനയ്ക്കാകെ അഭിമാനിക്കാം. നിയമവ്യവസ്ഥയ്ക്ക് ഒന്നാകെ ആത്മാഭിമാനം നൽകുന്ന, അന്തസ്സുയർത്തുന്ന ഒരു കേസന്വേഷണവും അതിന്റെ പരിസമാപ്തിയിലുണ്ടായ കോടതി വിധിയും. അരുൺ പാലോടിനൊപ്പം VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.